ദൈവതിരുനാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും തിരുവചന പഠനത്തിനായിട്ട് കടന്നു വരുവാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിച്ചു തുടങ്ങിയ വിഷയത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണല്ലോ. ആധുനിക സ്ഥലം സഭകൾക്ക് മാതൃക, ഒരു മാതൃക അന്ത്യോക്യയിലെ സ്ഥലം സഭ, ഇതായിരുന്നല്ലോ വിഷയം. ആദ്യത്തെ സെഷനിൽ കർത്താവ് സഭ പണിയുന്നതിനെ കുറിച്ചും തുടർന്ന് സഭകൾ പ്രാദേശിക സഭകളായിട്ട് രൂപം കൊണ്ടതും അതിൻ്റെ വളർച്ചയും അതിൻ്റെ തളർച്ചയും മാനുഷികമായ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് നടത്തിയ, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നടത്തിയ പ്രബോധനം, അത് നമ്മൾ ചെറുതായിട്ട് നോക്കി. മാത്രവുമല്ല, ആധുനിക സ്ഥലം സഭകളിൽ നിലനിൽക്കുന്ന പ്രവണതകൾ, നിലപാടുകൾ, അത് അല്പമായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഒരു സ്ഥലം സഭയെക്കുറിച്ച്, പുരാതന സ്ഥലം സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ആവശ്യം. അങ്ങനെയുള്ള ചില നിലപാടുകൾ വ്യക്തമാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാദേശിക സഭയുടെ ഉത്ഭവവും വ്യാപനവും, കൂടാതെ അന്ത്യോക്യ പട്ടണത്തെക്കുറിച്ചും അന്ത്യോക്യ സഭ എങ്ങനെയാണ് രൂപം പ്രാപിച്ചത് എന്നുള്ള കാര്യവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായത്. അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം കണ്ടതുപോലെ, ചിതറിപ്പോയവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ആദ്യ നൂറ്റാണ്ടിൽ യെരുശലേമിൽ സഭ രൂപം പ്രാപിച്ചപ്പോൾ യെരുശലേമിൽ ആദ്യമായി പ്രാദേശിക സഭ ഉടലെടുത്തു. ആ സഭ യഹൂദന്മാരോട് മാത്രമാണ് സുവിശേഷം അറിയിച്ച് മുന്നോട്ട് പോയത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടായി. സഭയ്ക്ക് വലിയ പീഡ അനുഭവിച്ചു സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം. അങ്ങനെ ചിതറിപ്പോയവരും യഹൂദന്മാരോട് മാത്രം സുവിശേഷം അറിയിച്ച് മുന്നോട്ട് പോയി. എന്നാൽ അതിൽ വ്യത്യസ്തമായ ഒരു കുറേക്കാരെ കുറിച്ചാണ് ഈ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു ചിലർ. അവർ അന്ത്യോക്യയിലെത്തി. അവർ യവനന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷീകരണത്തിന്റെ ഫലമായിട്ടാണ് അന്ത്യോക്യയിൽ സഭ രൂപം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി. അവിടെ കൂടുതലും യവനന്മാരായിരുന്നു. യഹൂദന്മാരും ഉണ്ടായിരുന്നു, എന്നാൽ യവനന്മാരും അവിടെ ധാരാളമായിട്ടുണ്ടായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ എടുത്തു പറയുന്ന ഒരു ഭാഗം നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വിവേചനം കൂടാതെ സുവിശേഷം അറിയിച്ചവരോടൊപ്പം കർത്താവിൻ്റെ കൈ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൈ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് അന്ത്യോക്യ സഭ രൂപം പ്രാപിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത് അന്ത്യോക്യ സഭയുടെ വളർച്ചയെക്കുറിച്ചാണ്. വളർച്ചയെക്കുറിച്ചുകൂടെ അല്പമായിട്ട് ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയാകും. ഈ അന്ത്യോക്യ സഭ രൂപം പ്രാപിച്ചതും ശമരിയിലെ സഭയിലെ സഭകൾ രൂപം പ്രാപിക്കുന്നത് ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ്. AD 33-34 കാലങ്ങളിലാണ് ശമരിയിലെ സഭകൾ രൂപം പ്രാപിക്കുന്നതും അതുപോലെ തന്നെ അന്ത്യോക്യയിലെ സഭ രൂപം പ്രാപിച്ചത്. ഈ സഭയുടെ വളർച്ചയെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പുതിയ നിയമത്തിൽ അന്ത്യോക്യ എന്ന സ്ഥലനാമം 14 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ. അതിൽ 6 പ്രാവശ്യവും അപ്പോസ്തല പ്രവർത്തികൾ 11-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. കൂടാതെ 13-ാം അധ്യായം 1-ാം വാക്യം, 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം, ഇത് നമ്മൾ പ്രോഗ്രസീവായിട്ട് പോകുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രം. 15-ാം അധ്യായം 22-23 വാക്യങ്ങൾ,
15-ാം അധ്യായം 30-35 വാക്യങ്ങൾ, 18-22, കൂടാതെ ലേഖനങ്ങളിൽ ഗലാത്യർ ലേഖനം 2-ാം അധ്യായം 11. ഈ ഭാഗങ്ങളിലാണ് അന്ത്യോക്യയെക്കുറിച്ച് പ്രധാനമായിട്ടും കാണുന്നത്. കൂടാതെ ഒരു അന്ത്യോക്യക്കാരനെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. സ്തേഫാനോസിൻ ഉൾപ്പെടെയുള്ളവരെ മേശയിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചപ്പോൾ അവിടെ ഒരു അന്ത്യോക്യക്കാരനെ നിയോഗിച്ചതായിട്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അത് അപ്പോസ്തല പ്രവൃത്തി 6:5 കാണുന്നുണ്ട്. അന്ത്യോക്യ സഭയുടെ രൂപീകരണത്തിൽ എന്ന പോലെ തന്നെ അതിൻ്റെ വളർച്ചയിലും വളരെ സഹായിച്ച ഒരു സഭയാണ് യെരുശലേമിലെ സഭ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെക്കുറിച്ചുള്ള വർത്തമാനം യെരുശലേം സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അന്ത്യോക്യയിൽ യവനർ ഉൾപ്പെടുന്ന ഒരു സഭ രൂപം പ്രാപിച്ചു. അതുവരെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മിക്കവാറും യെരുശലേമിൽ യഹൂദന്മാരാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ശമരിയിൽ രൂപം പ്രാപിക്കുന്ന അതേ കാലയളവിലാണല്ലോ അന്ത്യോക്യയിലും രൂപം പ്രാപിക്കുന്നത്. അന്ത്യോക്യയിൽ ഇങ്ങനെ യവനർ ഉൾപ്പെടുന്ന, അന്യജാതിക്കാർ ഉൾപ്പെടുന്ന ഒരു സഭ രൂപം പ്രാപിച്ചു എന്നുള്ള വാർത്ത യെരുശലേമിൽ എത്തിയപ്പോൾ അവർ മിണ്ടാതിരുന്നില്ല. അവർ ചെയ്ത കാര്യം അവിടെ പറയുന്നുണ്ട്. അവർ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചു കാണുവാനായിട്ട് കഴിഞ്ഞിരിക്കും. അവർ സന്തോഷിച്ചു കാണും, ഇങ്ങനെ ഒരു സഭ രൂപം പ്രാപിച്ചുവല്ലോ എന്നുള്ളത് കേട്ടപ്പോൾ. മാത്രമല്ല, അവർ മിണ്ടാതിരുന്നില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു, അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ അവർ മിണ്ടാതിരുന്നില്ല. അവർ എന്താ ചെയ്തത്? അവരുടേതായ ഒരു പ്രതിനിധിയെ അവിടേക്ക് അയക്കുകയാണ്. ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുകയുണ്ടായി. മറ്റു സ്ഥലം സഭകളിലെ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് കേൾക്കാനും അവരെ സഹായിക്കാനും മനസ്സുള്ള ഒരു സഭയായിരുന്നു യെരുശലേമിലെ സഭ. അത് നമ്മൾ പ്രത്യേകമായിട്ട് യെരുശലേം സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഠിക്കുന്നതാണ്. അവരുടെ ചെവി ഇങ്ങനെയുള്ള കേൾവിക്കായിട്ട് വളരെ തുറന്നിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ആത്മീകമായ വളർച്ചയും ആത്മീകമായ സഭാ രൂപീകരണത്തെയും കുറിച്ചൊക്കെ കേൾക്കുന്നത് അവർക്ക് വളരെ സന്തോഷപ്രദമായിരുന്നു. അതിനായിട്ട് അവരുടെ ചെവി തുറന്നിരുന്നു. ഒരുപക്ഷെ ഈ അന്ത്യോക്യയിൽ സഭാ രൂപം പ്രാപിച്ച് ചില വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം അവിടെ ചെവിയിലെത്തിയത്. കാരണം യെരുശലേമിൽ നിന്നും 500 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ അന്ത്യോക്യ. അതുകൊണ്ട് ചിലപ്പം ആ കാലഘട്ടത്തിന്റെ സ്ഥിതി അനുസരിച്ച് ചില വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ എടുത്തിരിക്കാം. പക്ഷെ അവര് അറിഞ്ഞപ്പോൾ ഈ യെരുശലേമിലെ സഭ മിണ്ടാതിരുന്നില്ല, അടങ്ങിയിരുന്നില്ല. അവർ ചെയ്യേണ്ട കാര്യം വ്യക്തമായിട്ട് അവിടെ ചെയ്യുകയാണ്. ആത്മീകമായ പരിപോഷണത്തിനായിട്ടും അവരുടെ ധൈര്യത്തിനായിട്ടും ഒരു കൂട്ടായ്മ അവരുമായിട്ടുണ്ടാക്കുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 8:14 നമ്മൾ വായിക്കുന്നുണ്ട്, ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്നറിഞ്ഞപ്പോൾ അവിടേക്ക് പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. യെരുശലേം സഭ തന്നെ ശമരിയിൽ ദൈവവചനം പ്രസംഗിച്ച് അവർ ധാരാളം പേർ മുന്നോട്ട് വന്നു എന്ന് കണ്ടപ്പോൾ അവിടേക്ക് അയച്ചത് പത്രോസിനെയും യോഹന്നാനെയുമാണ്. എന്നാൽ ഇവിടെ ഈ അവരും ശരിക്കും പറഞ്ഞാൽ ശമരിയരും യമനന്മാരെ പോലെ ഒരു പ്രത്യേക ജാതിയാണല്ലോ. അവിടേക്കും ആളയച്ചു. എന്നാൽ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു വിഭാഗമല്ല ഈ അന്ത്യോക്യയിലുള്ളത്. യവനന്മാരാണ് കൂടുതലും. യഹൂദ വിശ്വാസികൾക്ക് അവരും തുല്യരാണെന്ന് ഈ ശമരിയിലെ ചെന്നിട്ട് പത്രോസും യോഹന്നാനും ചെന്നതിന് ശേഷം അവിടെ പ്രാർത്ഥിച്ച് അവരിലും പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ജനത്തിന്. യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി. ശമരിയരെ അംഗീകരിക്കാനായിട്ട് യഹൂദന്മാർ ആദ്യം മടിച്ചു. അപ്പോൾ അത് പത്രോസും ഈ യോഹന്നാനും അവിടെ കടന്നു ചെല്ലുകയും അവിടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഉണ്ടെന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയാണ് ഈ ശമരിയരെ യഹൂദന്മാർ അംഗീകരിക്കുവാനായിട്ടിടയായത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരാളിനെ അയച്ചു. ഇവിടെ അയക്കുന്നത്, അതായത് ഈ അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് ഒരു അപ്പോസ്തലനെ അല്ല. ശമരിയിൽ അയച്ചത് പത്രോസിനെയും യോഹന്നാനെയുമാണ്. എന്നാൽ ഈ അന്ത്യോക്യയിൽ അയച്ചത് ഒരു അപ്പോസ്തലനെ അല്ല. പിന്നെ ആരെയാണ്? എന്നാൽ അതിൽ നിന്ന് ഒട്ടും
കുറയാത്ത കുറവില്ലാത്ത ഒരു വ്യക്തിയെ തന്നെയാണ് അവിടേക്ക് അയച്ചത്. ആ വ്യക്തിയുടെ പേരാണ് ബർന്നബാസ്. നമ്മൾ പലപ്പോഴും ഈ ബർന്നബാസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തില് ഇങ്ങനെ ഒരു പ്രതിനിധിയെ അവിടേക്ക് അയക്കുന്നതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. എന്തിനാണ് ഇങ്ങനെ ഒരു സഭ ഒരിടത്ത് രൂപം പ്രാപിക്കുമ്പോൾ അവിടേക്ക് യെരുശലേം സഭയിൽ നിന്ന് പ്രതിനിധികളെ അയക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്നാമത്, അവർ കേട്ട കേൾവി ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അതായിരിക്കാം ഒരു ലക്ഷ്യം. മറ്റൊന്ന്, അവർ വിശ്വസിച്ചത് ശരിയായ തലത്തിലാണോ, അവരുടെ വിശ്വാസം ശരിയായ തലത്തിലാണോ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. മാത്രമല്ല, അവരെ ആത്മീകമായി വളർത്തണം. ഈ ലക്ഷ്യത്തോടു കൂടെയാണ് യെരുശലേമിലെ സഭ അന്ത്യോക്യയിലേക്ക് പ്രതിനിധിയെ അയച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ബർന്നബാസിനെ കുറിച്ചുള്ള ഗുണവിശേഷങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് കാണുന്നുണ്ട്. പല ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് നമ്മൾ ഈ അന്ത്യോക്യ സഭയിലെ ഉപദേഷ്ടാക്കന്മാർ എന്നുള്ള ഒരു വിഷയം ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ബർന്നബാസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഈ ബർന്നബാസിനെ ഇവിടെ അയച്ചത് എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ അയക്കുവാൻ തക്ക പ്രാപ്തനായ ഒരു വ്യക്തി ആയിരുന്നോ ബർന്നബാസ്? ഈ ബർന്നബാസിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 36-ാമത്തെ വാക്യത്തിൽ, അവൻ കുപ്രദീപുകാരനായ ലേവ്യൻ. അവനൊരു ലേവ്യനായിരുന്നു. പക്ഷെ അവന്റെ ഭാവത്തിൽ അത്തരത്തിലുള്ള ലേവ്യൻ, ഞാനൊരു പുരോഹിതനാണ് എന്നുള്ള ഭാവമൊന്നും നമുക്ക് ഈ ബർന്നബാസിൽ കാണുവാനായിട്ട് കഴിയില്ല. ഈ ബർന്നബാസിന്റെ ആദ്യത്തെ പേരെന്താണെന്ന് അറിയാമോ? ആ വാക്യത്തിൽ തന്നെയുണ്ട്. ബർന്നബാസിന്റെ ആദ്യത്തെ പേര് 4-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിലുണ്ട്. യോസെഫ് എന്നാണ് ഈ ബർന്നബാസിന്റെ യഥാർത്ഥ പേര്. എന്നാൽ ഈ ബർന്നബാസ് എന്നുള്ള പേര് എങ്ങനെയാ ലഭിച്ചത്? പറയാം, ബൈബിൾ ക്ലാസ് അല്ലേ. ഈ ബർന്നബാസ് എന്നുള്ള പേര് എങ്ങനെയാ ലഭിച്ചത്? അപ്പോസ്തലന്മാർ അവന് കൊടുത്ത പേരാണ്. അവന്റെ പ്രവർത്തനവും അവന്റെ രീതിയും പ്രവർത്തന ശൈലിയും അല്ലേ, എന്താ, കൊടുക്കുന്ന കാര്യത്തിൽ മുന്നിലായിരുന്നു. അങ്ങനെ പല കാര്യം കിട്ടത്. ഈ ബർന്നബാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? പ്രബോധനപുത്രൻ. അപ്പൊ അതിലൊക്കെ മിടുക്കനായതുകൊണ്ട് ഈ അപ്പോസ്തലന്മാർ കൊടുത്ത പേരാണ് ശരിക്കും ബർന്നബാസ് എന്നുള്ള പേര്. ഈ ബർന്നബാസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ അവൻ മഹാമനസ്കതയുള്ള ഒരു വ്യക്തിയായിരുന്നു. 4:37 നമ്മൾ കാണുന്നുണ്ട്. അവനെ മാത്രമല്ല, അവനുള്ളതെല്ലാം ദൈവത്തിനായിട്ട് സമർപ്പിച്ച ഒരു വ്യക്തി. അതാണ് ബർന്നബാസ്. അതുപോലെ തന്നെ അവനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ, അവനൊരു നല്ല മനുഷ്യനായിരുന്നു. അവനൊരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. 11:24 തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. അതേ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിറഞ്ഞവനായിരുന്നു. എന്താ വിശ്വാസത്തിലെ നിറവ്? കർത്താവായ യേശു ക്രിസ്തുവിലും ദൈവവചനത്തിലും പൂർണ്ണമായി വിശ്വസിക്കുക. അതാണ് വിശ്വാസത്തിലെ നിറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ കൃപയോടുകൂടിയ, വളരെ കഴിവുള്ള, മാനുഷികമായും ആത്മീകമായും വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ആര്? ബർന്നബാസ്. അപ്പോൾ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവൻ അല്ല. ശമരിയിലേക്ക് പത്രോസിനെയും യോഹന്നാനെയും അയച്ചുവെങ്കിൽ ശരിക്കും അവരോടൊക്കെ കിടപിടിക്കത്തക്ക വ്യക്തിത്വമുള്ള, നല്ല വ്യക്തി പ്രഭാവമുള്ള, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, വിശ്വാസത്തിൽ തികഞ്ഞ ഒരു നല്ല വ്യക്തിയെ തന്നെയാണ് അവർ തെരഞ്ഞെടുത്ത് അന്ത്യോക്യയിലേക്ക് അയച്ചത്. ഈ ബർന്നബാസിന്റെ പ്രവർത്തനങ്ങളാണ് അന്ത്യോക്യ സഭയുടെ വളർച്ചയ്ക്ക് വളരെ കാരണമായി തീർന്നത്. അവിടെ വായിക്കുന്നുണ്ട് 11:23 നമ്മൾ വായിക്കുന്നുണ്ട്, ബർന്നബാസ്, അപ്പോസ്തലപ്രവൃത്തി 11:23. ഞാൻ എല്ലാം എടുത്ത് വായിക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്, ശ്രദ്ധിച്ച് ഇരുന്നാലും മതിയാകും. ബർന്നബാസ് അന്ത്യോക്യയിലെത്തി ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അവൻ അന്ത്യോക്യയിലെത്തിയിട്ട് ആദ്യം അവിടെ ചെന്നു. അവിടെ കുടിവരവ് തുടങ്ങിയിരിക്കും. അപ്പോൾ അവര് കണ്ടതെന്താണ്? അവിടെ സഭയിൽ കണ്ടത് ദൈവകൃപ. ആ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇതാണ് അവന്റെ ഒരു പ്രത്യേകത. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, ദൈവത്തിന്റെ മഹത്വം ആ സഭയിൽ കാണുവാനായിട്ട് ഇടയായതുകൊണ്ട് ഈ ബർന്നബാസ് വളരെ സന്തോഷിച്ചു.
അവരുടെ പോരായ്മ കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതിലുപരി അവരിലുള്ള നന്മകളെ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും കഴിയുന്ന ബർന്നബാസ്, അത് യഥാർത്ഥത്തിൽ സഭയുടെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറി. ശരിക്കും സഭയിലെ വ്യക്തികളുടെ പോരായ്മകളെ കണ്ടെത്തി അത് തിരുത്തണം, ആവശ്യമാണെങ്കിലും അവരിലുള്ള നന്മകൾ, അവരിൽ ഇരിക്കുന്ന ദൈവകൃപകൾ നാം മനസ്സിലാക്കുമ്പോൾ അതിൽ സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ ഒരു സഭ വളരുകയുള്ളൂ, ഇല്ലേ? അതാണ് തലമുറകളെ വളർത്തണം എന്ന് പറയുന്നത്. അത് നമ്മുടെ തിരുമല സഭ നല്ലൊരു മാതൃകയായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു പോകുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടുകൂടെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവകൃപ കണ്ട് സന്തോഷിച്ച ഒരു വ്യക്തിക്ക് ആ സഭയ്ക്ക് വേണ്ടി എന്തു വേണോ ചെയ്യുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്ന 23-ാമത്തെ വാക്യത്തില് അതിനോട് ചേർന്ന് വായിക്കുന്നുണ്ട്, ഈ ദൈവകൃപയുടെ വ്യാപനം എങ്ങനെയാണ് ബർന്നബാസിലൂടെ ഉണ്ടായത്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ പ്രബോധിപ്പിച്ചു. അവൻ ദൈവകൃപ കണ്ട് സന്തോഷിച്ച് മാത്രമല്ല ചെയ്തത്, അവിടെ അവർക്കൊരു പ്രബോധനം കൊടുക്കുകയാണ്. എന്താണ് പ്രബോധനം? നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അതാണ് ആവശ്യം. എന്തിനാ ഇങ്ങനെ ഒരു പ്രബോധനം അവിടെ കൊടുക്കേണ്ടി വന്നത്? ഞാൻ അന്ത്യോക്യ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, അവർ സമാധാന പ്രിയർ അല്ല. അടിക്കടി വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പട്ടണമാണ് അന്ത്യോക്യ സഭ. അവർ വളരെ സ്വാർത്ഥമോഹങ്ങളിൽപ്പെട്ട് ജീവിക്കുന്നവരാണ്, അവർ ലോകമോഹങ്ങളിൽപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ആവശ്യമായിട്ട് വന്ന പ്രബോധനം എന്ന് പറയുന്നത്, നിങ്ങൾ അതൊക്കെ വിട്ട് കർത്താവിനോട് ചേരണം എന്ന് പറഞ്ഞാൽ ഒരു വേർപെട്ട ജീവിതം നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അതാണ് കർത്താവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ. ഒരു വേർപാട് സംഭവിക്കണം. അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നുള്ള തരത്തിൽ നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത്. നിങ്ങൾ അത് ഒന്ന് വിടാതെ മറ്റൊന്നിനോട് ചേരുവാനായിട്ട് കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ബർന്നബാസും അങ്ങനെയാണല്ലോ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. അവനുള്ളതെല്ലാം ദൈവത്തിനായിട്ട് അർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു ബർന്നബാസ്. അത് തന്റെ ജീവിതത്തിലുള്ള ആ കാര്യം തന്നെ ആ അന്ത്യോക്യ സഭയിലും പ്രബോധിപ്പിക്കുകയാണ്. അത് അവരുടെ വളർച്ചയിൽ വളരെ പ്രയോജനം ചെയ്തു. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ രാജാവും ജനങ്ങളും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമൂവേൽ 12:24 ശമൂവേൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ യഹോവയുടെ കൽപ്പന മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. നിങ്ങൾ മനുഷ്യരോടും ഈ ലോകത്തോടുമല്ല ചേർന്നിരിക്കേണ്ടത്, യഹോവയോട് ചേർന്നിരിക്കണം. നമ്മൾ യെഫുന്നയുടെ മകനായ കാലേബിനെ കുറിച്ച് ഇവിടെ പലരും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ കാലേബിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്തായിരുന്നു? അവൻ യഹോവയോട് പൂർണ്ണമായും പറ്റിയിരുന്നു. യഹോവയോട് പൂർണ്ണമായും പറ്റിയിരുന്നു. ആവർത്തന പുസ്തകം 1:36 അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാമും ഈ ലോകമോഹങ്ങളിൽ നിന്നും വേർപെട്ട് കർത്താവിനോട് പറ്റി നിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയിലൂടെ മാത്രമേ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളിൽ ദൈവകൃപ ദൃശ്യമാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ അത് കാണുവാനായിട്ട് കഴിയും. എന്താ പ്രബോധനം? നിങ്ങൾ കർത്താവിനോട് പറ്റി നിൽക്കണം. എന്ത് വന്നാലും ശരി ഈ കർത്താവിനെ വിട്ടു പിരിയരുത്. ധാരാളം പീഡകളും ശോധനകളും ഒക്കെ ജീവിതത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? ആദ്യ നൂറ്റാണ്ട് വളരെ പീഡകളിലൂടെയാണ് ക്രിസ്ത്യാനികൾ കടന്നുപോയത്. അതേ പീഡകൾ നിങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ കർത്താവിനോട് പറ്റി നിന്നാൽ ദൈവത്തിന്റെ കരം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ കരങ്ങൾ നിങ്ങളെ വഹിക്കും. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ബർന്നബാസ് അവരെ പ്രബോധിപ്പിച്ചത്. നിങ്ങൾ കർത്താവിനോട് പറ്റി നിൽക്കണം. അടുത്ത് ചെയ്തത്, അപ്പം ഒന്നാമത് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. രണ്ടാമത് അവരെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ കർത്താവിനോട് പറ്റി നിൽക്കണം. അടുത്തൊരു കാര്യം ചെയ്തു. ബർന്നബാസ് നോക്കിയപ്പം ഈ പ്രദേശം കൊള്ളാം, അന്ത്യോക്യ സഭ കൊള്ളാം. അവൻ എന്ത് ചെയ്തു? അവൻ ഓടി തർസോസിലേക്ക് പോയി.
തർസോസിലേക്ക് പറഞ്ഞു വിട്ടത് ഈ ബർന്നബാസും കൂട്ടരുമാണല്ലോ യെരുശലേമിൽ നിന്ന്. അപ്പൊ ഈ തർത്തോസിലേക്ക് പോയി ആരെ? പൗലൂസിനെ തേടാനായിട്ട്. അവിടെ ചെന്ന് ഈ ഫോൺ വിളിച്ചോ ഒക്കെ വരുത്താം, അന്ന് ലെറ്റർ ഇട്ട് പോലും വരുത്താനായിട്ട് സാധിക്കുമോ എന്നും സംശയമാണ്. അവൻ തന്നെ പോവുകയാണ് തർസോസിലേക്ക്. തർസോസിൽ ചെന്ന് പൗലൂസിനെ കണ്ടുപിടിച്ച് കയ്യോടെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഈ അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്ന പൗലൂസിന്റെ കൃപാവരങ്ങൾ, പൗലൂസിന്റെ കഴിവൊക്കെ അവിടെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവന്റെ ഉത്സാഹം നോക്കണേ ബർന്നബാസിന്റെ. ഈ അവനെ കൊണ്ട് ഒരുപക്ഷെ സാധിക്കും, പുതിയ വിശ്വാസികളാണ്, എന്നാൽ പോരാ, എന്നെക്കാൾ പ്രഗത്ഭനാണ് പൗലൂസ്, അത് മനസ്സിലാക്കി. എന്നെക്കാൾ കൃപാവരങ്ങൾ ഉള്ളവനാണ് പൗലൂസ്, എന്നെക്കാൾ വളരെ ദൈവത്തോട് പറ്റി നിൽക്കുന്നവനാണ് പൗലൂസ്. അതുകൊണ്ട് പൗലൂസിനെ കൊണ്ടുവരണം. ദൈവത്തിൽ നിന്നും നേരിട്ട് പ്രാപിക്കുന്നവനാണ് പൗലൂസ്. അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലൂസ് നേരിട്ട് ദൈവത്തിൽ നിന്നും ദർശനത്തിലൂടെ അല്ലാതെയൊക്കെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. അപ്പോൾ ആ പൗലൂസിനെ ഇവിടെ കൊണ്ടുവരണം. അവന് ലഭിക്കുന്ന ദർശനങ്ങളും അവന് ലഭിക്കുന്ന പ്രവചനങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞ് ഉപദേശങ്ങളെ അവരെ തറവാക്കണം. അതിനുവേണ്ടി പൗലൂസിനെ ഇവിടെ കൊണ്ടുവരികയാണ്. അത് അവന്റെ മറ്റൊരു പ്രവർത്തനമായിരുന്നു. അടുത്ത് പൗലൂസിനെ കൊണ്ടുവന്നതിന് ശേഷം എന്താ ചെയ്തത്? 11:25 നമ്മൾ 11:26 അവർ ഒരുമിച്ച് നിരന്തര സഭായോഗങ്ങൾ നടത്തി ബഹുജനത്തെ ഉപദേശിച്ചു. പൗലൂസിനെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്തു ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ആ പൗലൂസിനെ കൊണ്ടുവന്നത് വ്യർത്ഥമാകരുത്, ഇവിടെ വന്നത് ഒരു ഉപയോഗശൂന്യമായി എന്ന് പറയരുത്. അതുകൊണ്ട് ഈ പൗലൂസിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? ഈ ബർന്നബാസ് പൗലൂസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു സംവത്സരം മുഴുവനും സഭായോഗം കൂടുകയാണ്. എന്തിനു വേണ്ടിയാ? ആദ്യ വിശ്വാസികളാണ് അവരെ ഉറപ്പിക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവരെ വചനം ശരിയായ തരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ നിരന്തര ഒരു സഭയുടെ വളർച്ചയ്ക്ക് ഈ രണ്ട് കാര്യങ്ങളും ആവശ്യമാണ്. ഒരുപക്ഷെ ഒരു സഭയിൽ അത്ര പ്രഗത്ഭന്മാരുള്ള, ഇവിടെ പോലെ പ്രഗത്ഭന്മാരായിട്ടുള്ള നല്ല വചന പരിജ്ഞാനമുള്ളവർ ഒരുപക്ഷെ കാണുകയില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങൾ എന്ത് ചെയ്യും? ഉള്ള സ്ഥലത്ത് നിന്ന് അവരെ വിളിക്കും, അല്ലെങ്കിൽ അത് അവരെ വിളിച്ചു കൊണ്ടുപോയി അവരെ പ്രയോജനപ്പെടുത്തും. അത് ഒരു നല്ല സ്വഭാവമാണ്. ഇല്ലാത്ത സ്വഭാവം അത് നമ്മളിവിടെയും ചെയ്യാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ ബൈബിൾ ക്ലാസ്സുകൾ വെളിയിൽ നിന്നുള്ളവരെ കൊണ്ടുവന്ന് സംഘടിപ്പിക്കുക. അത് ഏറ്റവും അത്യാവശ്യമാണ്, അത് ആവശ്യമാണ്. പുതിയ ആൾക്കാർ വന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഹൃദ്യമായിട്ട് തോന്നുകയും ചെയ്യും. ഈ പ്രവൃത്തിയാണ് ബർന്നബാസും ചെയ്തത്. അതൊരു സ്ഥലം സഭയ്ക്ക് ആവശ്യമാണ്. മാത്രമല്ല അതിനോട് ചേർന്ന് നാലാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് സഭായോഗങ്ങൾ. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു പ്രയോഗമാണ് സഭായോഗങ്ങൾ. ഈ സഭായോഗങ്ങൾ എന്ന് പറയുന്നത് സഭയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലൂസ് പറയുന്നത്, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുതെന്നല്ല, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, അത് നാൾ സമീപിക്കുന്നു എന്ന് തോന്നും തോറും അധികമായിട്ട് ചെയ്യേണ്ടതാകുന്നു. ഒരു സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് സഭായോഗങ്ങൾ. അത് ഉപേക്ഷയായിട്ട് വിചാരിക്കാൻ വിശ്വാസികളും പാടില്ല. സഭായോഗങ്ങൾക്ക് മുടക്കം വരുത്തുവാനായിട്ട് സഭയും പാടില്ല. സഭായോഗങ്ങൾ കൃത്യമായിട്ട് നടത്തണം. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ ഒരു കൂട്ടം വിശ്വാസികൾ, ഉറച്ച വിശ്വാസികൾ ഉണ്ടായി. എങ്ങനെ അവിടെ ഒരു കൂട്ടം ഉറച്ച വിശ്വാസികൾ ഉണ്ടായെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും? 11:26 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ആദ്യമായിട്ട് വിശ്വാസികൾ, ശിഷ്യന്മാർക്ക് എന്ത് പേരുണ്ടായെന്നാണ് വായിക്കുന്നത്? ക്രിസ്ത്യാനികളെന്ന പേരുണ്ടായി. 11:26 ബഹുജനത്തെ ഉപദേശിക്കും. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന പേരുണ്ടായി. ഓക്കെ, അന്ത്യോക്യ സഭയുടെ ഒരു ഭാഗ്യം. ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ പേര് ഒറിജിനേറ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചതും ഇടപെട്ടതും എവിടെയാ? അന്ത്യോക്യയിലാ. ഇത് കളിയാക്കി വിളിച്ചതൊക്കെയാ. പക്ഷേ ഈ പദപ്രയോഗം ഇന്ന് ലോകത്തറിഞ്ഞുകൂടാത്ത ആരുണ്ട്? ക്രിസ്ത്യാനികൾ എന്നുള്ളത് ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ്. ആർക്കും ഈ സമൂഹത്തെ
മാറ്റി നിർത്തുവാൻ കഴിയാതെ വണ്ണം ഇന്ന് വ്യാപിച്ച, അത് ഏത് തരത്തിലായിക്കൊണ്ട് വിശ്വസിച്ചവരുമുണ്ട്, വിശ്വാസിക്കാത്തവരുമുണ്ട്, അവരെല്ലാം ക്രിസ്ത്യാനികളെന്ന്. എന്നാൽ ഈ ഒരു ചെറിയ സഭയിൽ, അന്ത്യോക്യ സഭയിൽ ഉടലെടുത്ത ആ നാമം, അവരുടെ വിശ്വാസത്തിന്റെ ധൈര്യവും യേശുക്രിസ്തുവിന്റെ അനുഗമനവും കണ്ട് അവർ കൊടുത്ത പേര്, വിളിച്ച പേര് ക്രിസ്ത്യാനികൾ. ഇതെന്തുമാത്രം ഒരു നല്ല മാതൃകയാണ്. ഞാൻ ബ്രദറൻ സമൂഹം എന്നുള്ള പേരുണ്ടായതിനെ കുറിച്ച് പറഞ്ഞു. പ്ലിമിത്തിലെ സഹോദരന്മാർ, പ്ലിമിത്തിലെ ഒരു കൂട്ടം സഹോദരന്മാർ, ഒരു കൂട്ടം വിശ്വാസികൾ, അവരുടെ വിശ്വാസം വർദ്ധിച്ച് അവർ വളരെ ഉറച്ച വിശ്വാസികളായിട്ട് മാറി. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി വളരെ പ്രയത്നിച്ചു. അങ്ങനെ കവലകൾ തോറും ചെന്ന് നിന്ന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ പ്ലിമിത്തിൽ നിന്നുള്ള സഹോദരന്മാരാണ്. വി ആർ ദ ബ്രദറൻ ഫ്രം പ്ലിമിത്ത്. ആ പേരാണ് ആർക്ക് വന്നത്? ബ്രദറൻ എന്നുള്ള പേരിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അതും പരിഹസിച്ചുണ്ടായ പേരാ ബ്രദറൻ എന്നുള്ള പേര്. ഇവിടെ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേര് അവർക്ക് ലഭിച്ചു. ഈ ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പല തരത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ശിഷ്യന്മാരെന്ന് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നു. അത് പല ഭാഗങ്ങൾ 6-ന്റെ 1, 9-ന്റെ 1, 10-ന്റെ 10-ാം വാക്യം, 9-ാം അധ്യായം തന്നെ 10-ാം വാക്യം, 19-ാം വാക്യം. വിശുദ്ധന്മാരെന്നുള്ള പേര് പല സ്ഥലങ്ങളിലും കാണാനായിട്ട് സാധിക്കും. വിശുദ്ധന്മാർ റെഫറൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞ സമയത്തിന്റെ കുറവുണ്ട്, അതൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ വിശ്വാസികൾ എന്ന് പറഞ്ഞിരുന്നു. നസ്രായ മാർഗക്കാർ എന്നവരെ വിളിച്ചിരുന്നു. നസ്രായ മാർഗക്കാർ പല ഭാഗങ്ങളിലുണ്ട് അങ്ങനെ. കർത്താവിന്റെ മാർഗക്കാർ അല്ലെങ്കിൽ നസ്രായ മാർഗക്കാർ. 9-ന്റെ 2, 18-ന്റെ 25, 25-ന്റെ 26, 19-ന്റെ 9, 23, 22-ന്റെ 4, 24-ന്റെ 14 അപ്പോസ്തല പ്രവർത്തികളിൽ. ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് നസ്രായ മാർഗക്കാർ അല്ലെങ്കിൽ കർത്താവിന്റെ മാർഗക്കാർ. ഇതൊക്കെയാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. നസ്രായ മതസ്ഥർ എന്നുള്ള ഒരു പ്രയോഗമുണ്ട് 24-ന്റെ 5-ൽ. എന്നാൽ ക്രിസ്ത്യാനി എന്ന് ആദ്യമായിട്ട് വിളിക്കപ്പെടുന്നത് ഈ സഭയുടെ രൂപീകരണത്തോടും വളർച്ചയോടും കൂടിയാണ്. ഈ ക്രിസ്ത്യാനി എന്നുള്ള പേര് ബൈബിളിൽ ഉടനീളം കാണാനായിട്ട് കഴിയില്ല. 3 സ്ഥലങ്ങളിലാണ് ഈ ക്രിസ്ത്യാനി എന്നുള്ള പേര് കാണാനായിട്ട് കഴിയും. നല്ലൊരു പദമാണ് കേട്ടോ. ഒരു 3D നാമമാണ്. 3 ഭാഷകളുടെ ഒരു ഏകീകരണമാണ് ഈ ക്രിസ്ത്യാനി എന്നുള്ള. എബ്രായ, ഗ്രീക്ക്, അരാമ്യ, ഈ 3 ഭാഷകളുടെ ഒരു ഏകീകരണമാണ് ക്രിസ്ത്യാനി എന്നുള്ളത്. അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ക്രിസ്ത്യാനി എന്നുള്ള പേര് യഥാർത്ഥത്തിൽ 3 സ്ഥലങ്ങളിലേ ഉള്ളൂ. അപ്പോസ്തല പ്രവർത്തികളിൽ 2 ഭാഗങ്ങളിൽ നമുക്ക് ഈ പേര് കാണുവാനായിട്ട് കഴിയും. 11-ന്റെ 26 ഈ വായിച്ച ഭാഗത്ത്, മറ്റൊന്ന് 26-ന്റെ 28-ല്. നമുക്കറിയാം, അഗ്രിപ്പ രാജാവിനോട് സുവിശേഷം പറഞ്ഞു ആര്? പൗലൂസ്. അപ്പോൾ അഗ്രിപ്പ രാജാവ് പൗലൂസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അഗ്രിപ്പ രാജാവ് പൗലൂസിനോട് പറയുന്ന, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. പൗലൂസ് അതിന് നല്ല മറുപടിയൊക്കെ കൊടുത്തു. അതൊന്നും എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. നീ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിക്കുന്നു. 3-മതൊരു ഭാഗം കാണുന്നത് പത്രോസാണ് ഇത് പ്രയോഗം നടത്തുന്നത്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 4-ന്റെ 16-ൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ആ പയറിന്റെ ഒരു പ്രാധാന്യം നിങ്ങളൊന്ന് നോക്കിയേ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ലജ്ജിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഷ്ടം സഹിക്കേണ്ടി വരും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ഒരു യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് നിരവധിയായ കഷ്ടങ്ങൾ, നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാലും നിങ്ങൾ ലജ്ജിക്കരുത്. അപമാനം ഉണ്ടാകും, ലജ്ജിക്കരുത്. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകും. നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടരുത്. ആ നാമം ധരിച്ചുകൊണ്ട്, ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നമുക്കും ആ പേര് ലഭിച്ചിരിക്കുക. അന്ത്യോക്യയിലെ വിശ്വാസികൾക്ക്, ശിഷ്യന്മാർക്ക് ലഭിച്ച ആ പേരിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, ഈ നാമവും വച്ചുകൊണ്ട് നമ്മൾ കഷ്ടം സഹിക്കാൻ തയ്യാറാണോ? ഈ നാമത്തിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുവാനായിട്ട് ഈ ലോകർക്ക് കഴിയുന്നുണ്ടോ? അതോ നമ്മളെ ക്രിസ്തു മതക്കാർ എന്ന് പറയുവാനാണോ അവർ ഇഷ്ടപ്പെടുന്നത്?
നമ്മൾ ഒരിക്കലും ക്രിസ്തു മതക്കാരല്ല, നമ്മൾ ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനിയുടെ സ്വഭാവം എന്തുകൊണ്ടാണ് അന്ത്യോക്യയിൽ വെച്ചവർക്ക് ഈ പേര് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, അവർ യഥാർത്ഥത്തിൽ ശിഷ്യന്മാരായിരുന്നു, ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുണ്ടായത്. അപ്പോൾ നാമും അതുപോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായാൽ ഈ പേരിന് നമ്മൾ ഈ പേരിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെയാണ് അന്ത്യോക്യ സഭയുടെ വളർച്ചയുണ്ടായത്. അന്ത്യോക്യ സഭയുടെ വളർച്ച വളരെ, അവിടെ നമ്മൾ വായിക്കുന്നു ധാരാളം പേർ വിശ്വസിച്ച് മുന്നോട്ട് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ധാരാളം പേർ, ദൈവത്തിന്റെ കരം അവരോടൊപ്പം ഉണ്ടായിരുന്നു. യഥാർത്ഥ സുവിശേഷീകരണത്തിൽ വിവേചനം കൂടാതെ, യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ സുവിശേഷം അറിയിക്കുവാൻ ഒരു കൂട്ടർ മുന്നോട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതിനാൽ അന്ത്യോക്യയിൽ ഒരു വലിയ കൂട്ടം വിശ്വസിച്ച് മുന്നോട്ട് വന്നു. അവർക്ക് ലഭിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. ഇതാണ് അന്ത്യോക്യ സഭയുടെ വളർച്ച. ഇപ്പോൾ നമ്മൾ അന്ത്യോക്യ സഭയുടെ രൂപീകരണം കണ്ടു, അന്ത്യോക്യ സഭയുടെ വളർച്ചയും കണ്ടു. ഇനി പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാം ഇന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല എങ്കിലും സാധിക്കുന്നിടത്തോളം നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാം. 7 സവിശേഷതകളാണ് അന്ത്യോക്യ സഭയെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ നിന്നും എടുക്കുവാനായിട്ട് കഴിയുന്നു. ഒരുപക്ഷെ കൂടുതൽ നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടുമായിരിക്കും. ഞാൻ പഠിച്ചപ്പോൾ കിട്ടിയ 7 സവിശേഷതകൾ ഈ അന്ത്യോക്യ സഭയിൽ, ഒരു പ്രാദേശിക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ 7 സവിശേഷതകൾ ഏറ്റവും അത്യാവശ്യമാണ്. പ്രാദേശിക സഭയിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും വളർച്ചയും ഒക്കെ, ശരിയായ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങൾ ഉണ്ടായേ തീരും. ഒന്നാമത് നമ്മൾ പറഞ്ഞതാണ്, അതിന്റെ 11-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 11:23 ദൈവകൃപ പ്രാപിച്ച സഭ അല്ലേ. ബർന്നബാസ് അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ടതെന്താ? അവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ. ദൈവകൃപ പ്രാപിച്ച സഭ, അല്ലെങ്കിൽ ദൈവകൃപ ഉണ്ടായിരുന്ന സഭ. ഒരു സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് ദൈവത്തിന്റെ കൃപ. ഞാൻ ആധുനിക സഭകളുടെ പ്രവണതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് പല സഭകളിലും ദൈവകൃപയില്ല, ജ്ഞാനമാണ് വ്യാപരിക്കുന്നത്, മാനുഷികമായ ജ്ഞാനമാണ് വ്യാപരിക്കുന്നത്. അതല്ല ഒരു ആത്മീക വളർച്ചയ്ക്ക്, വിശ്വാസികളുടെ ആത്മീക വളർച്ചയ്ക്കും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും കാരണമായി തീരേണ്ടത് ദൈവകൃപ തന്നെയാണ്. അതില്ലാതെ ഒരു ശുശ്രൂഷ പാടില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്ത രണ്ടാമത് കാണുന്നത് ഒരുമിച്ച് ആരാധിക്കുന്ന സഭ. 13-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. അവർ ഉപവസിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ബർന്നബാസിനെയും പൗലൂസിനെയും എനിക്കായിട്ട് വേർതിരിപ്പിൻ എന്നുള്ള ശബ്ദം അവർക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല, അവർ ഉപവസിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നുള്ളൊരു പ്രയോഗം കാണും. അപ്പോൾ ആരാധിക്കുന്ന സഭയായിരുന്നു ഏത് സഭ? അന്ത്യോക്യ സഭ. മൂന്നാമത് ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്ന സഭയാണ്. അവർ ബർന്നബാസിനെയും പൗലൂസിനെയും എനിക്കായിട്ട്, ഞാൻ വിളിച്ച എൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുവാനായിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ അവർ പൗലൂസിനെയും ബർന്നബാസിനെയും പറഞ്ഞയച്ചത് എങ്ങനെയാണ്? ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഈ സഭ ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്ന സഭയാണ്. മറ്റൊരു സവിശേഷത നമുക്ക് 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. സമർത്ഥരായ പരിപാലകരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്ന സഭ. അവിടെ പേരുകളൊക്കെ ഉണ്ട്. ഞാനത് ആ വിഷയം വരുമ്പോൾ ആ പേരും അവരുടെ ചില പ്രത്യേകതകളും ഒക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. സമർത്ഥരായ ഉപദേഷ്ടാക്കന്മാരും പരിപാലകരും. ഞാൻ മനഃപൂർവ്വമായിട്ടാണ് പരിപാലകർ എന്നുള്ള വാക്ക് പറയുന്നത്. മൂപ്പന്മാർ എന്നുള്ളതിനേക്കാളും ഇടയന്മാർ എന്നുള്ള പേരാണ് ഒരു സഭാ നേതൃത്വത്തിന് അനുപേക്ഷണീയമായിട്ടുള്ളത്. മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാ. മൂപ്പന്മാർ കൊണ്ട് വിവക്ഷിക്കുന്ന 2 കാര്യങ്ങളുണ്ടെന്ന്. പ്രായം അല്ലേ, മൂപ്പുള്ളവൻ, മൂപ്പൻ, എൽഡർ പ്രായത്തിന്റെ. മറ്റൊരു മെച്യൂരിറ്റി, പക്വത. ഈ 2 സവിശേഷതകളും പ്രകടമാക്കുന്ന പേരാണ് മൂപ്പൻ എന്നുള്ളത്. മറ്റൊരു അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത് എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ എന്താ? ബിഷപ്പ്. അത് സ്ഥാനത്തെ കാണിക്കുന്ന പേരാണ് ബിഷപ്പ് അല്ലെങ്കിൽ അധ്യക്ഷൻ.
മൂന്നാമത്തെ കൊടുക്കുന്ന പേരാണ് ഇടയന്മാർ. അതാണ് ഒരു സഭയുടെ പരിപാലകർക്ക് ഏറ്റവും ആവശ്യമായ പേര്. ഇടയന്മാരായിരിക്കണം. ഇടയന്മാർ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല പരിപാലകന്മാരും ഒരു കൂട്ടം ഉപദേഷ്ടാക്കന്മാരും ആ സഭയിൽ നിന്നും വളർന്നു വന്നവരുണ്ടായിരിക്കാം. എന്നാൽ മറ്റു സ്ഥലം സഭകളിൽ നിന്നും ഇവിടേക്ക് വന്ന് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയ ചില ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അടുത്ത് സുവിശേഷ ഘോഷണത്തിൽ അത്യുത്സാഹം കാണിച്ച സഭ. 13-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യവും അതിന്റെ 3-ാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷ ഘോഷണം ഒരു സഭയുടെ ഏറ്റവും വലിയ ദൗത്യം, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യം. നിങ്ങൾ പുറപ്പെട്ടു പോകണം, നിങ്ങൾ പുറപ്പെട്ടു പോകണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോകണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ പോകുന്നവരോടുകൂടെ കർത്താവുണ്ട്. പേടിക്കണ്ട. അതാണ് ഈ അന്ത്യോക്യയിൽ ഒരു കൂട്ടം പേര് വന്ന് യവനന്മാരോട് സുവിശേഷം പറയുവാൻ ധൈര്യം കാണിച്ചപ്പോൾ കർത്താവിന്റെ കൈ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സഭ സുവിശേഷത്തിന്റെ വ്യാപനത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അതിൽ സന്തോഷിക്കുകയും അവരുടെ കർത്താവിന്റെ കൈ മാത്രമല്ല കർത്താവ് തന്നെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. സ്തോത്രം. അങ്ങനെ സുവിശേഷ ഘോഷണത്തിൽ വളരെ അത്യുത്സാഹം കാണിച്ച സഭയായിരുന്നു. മറ്റൊന്ന്, സാമ്പത്തിക കൂട്ടായ്മ കാണിക്കുന്നതിൽ ഉത്സാഹമുള്ള സഭ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. യെരുശലേമിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമം ഉണ്ടായപ്പോൾ ഈ അന്ത്യോക്യ സഭ നല്ലൊരു എമൗണ്ട് ശേഖരിച്ച് പൗലൂസിന്റെ കയ്യിലും പൗലൂസിനെയും ബർന്നബാസിനെയും ഏൽപ്പിച്ചു. ആ തുകയും കൊണ്ട് യെരുശലേമിലേക്ക് പോയി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതിൽ സഹായിക്കുന്ന, അവരെ കൈത്താങ്ങുന്ന ഒരു സഭ, അത് ഒരു സഭയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഏഴാമത്, അഭിപ്രായ ഭിന്നത ശരിയായി പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സഭ. 15-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. 15-ന്റെ 1-2 വാക്യങ്ങളിൽ ഇവിടെ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അന്ത്യോക്യ സഭ ഒരു മാതൃകാ സഭയാണ്, പെർഫെക്റ്റ് സഭ അല്ല. എന്നാൽ ഈ മാതൃകാ സഭയിൽ പ്രശ്നമുണ്ടായി. അവിടെ ഉണ്ടായ പ്രശ്നം വേറെ ഒന്നുമല്ല, യഹൂദന്മാരും യവനന്മാരും തമ്മിലുള്ള ഒരു കക്ഷിഭേദമാണ്. അവരുമായിട്ട് ചേരുന്നതിലുള്ള ഒരു പ്രത്യേകതയാണ്. പരിച്ഛേദനക്കാരും അഗ്രചർമ്മക്കാരും ഉള്ള ഒരു വ്യത്യാസമാണ്. ഭക്ഷണകാര്യത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെയും ഉണ്ടായത്. അവരുടെ ചില യഹൂദന്മാരുടെ ചില ആചാരങ്ങളും കൂടെ ആചരിക്കണം, പരിച്ഛേദന ഏൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ വന്നു. അതാണ് അവിടെ ഉണ്ടായ പ്രശ്നം. അത് ശരിയായ തലത്തിൽ തന്നെ അവർ പരിഹരിച്ച് മുന്നോട്ട് പോയി. ഇത് നമുക്ക് വിശദമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. ഇന്ന് അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഭാഗത്തിന്റെ ചില കാര്യം മാത്രം ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ വചനധ്യാനം അവസാനിപ്പിക്കാം. അപ്പോൾ ഈ 7 പ്രത്യേകതകൾ ഈ അന്ത്യോക്യ സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് ദൈവകൃപ ഉണ്ടായിരുന്ന സഭ, ദൈവകൃപ പ്രാപിച്ച സഭ. അപ്പോസ്തല പ്രവൃത്തി 11-23 അവിടെ നമ്മൾ വായിച്ചതാണ്. അവൻ ബർന്നബാസ് ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഒരു സഭയിൽ ദൈവകൃപ ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, ആ ദൈവകൃപ മറ്റുള്ളവർക്ക് കാണുവാനിടയാകണം, അനുഭവിക്കുവാനിടയാകണം. എനിക്ക് ദൈവകൃപ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, എൻ്റെ ദൈവകൃപ മറ്റുള്ളവരും മനസ്സിലാക്കണം. യവൻ കൃപയുള്ള വ്യക്തിയാണ്, യവന്റെ ശുശ്രൂഷകൾ കൃപയോടുകൂടിയതാണ്, യവന്റെ വാക്കുകൾ കൃപയോടുകൂടിയതാണ്, ഉപ്പിനാൽ രുചി വരുത്തിയതാണ് എന്ന് മറ്റുള്ളവർക്കും മനസ്സിലാക്കുവാനായിട്ടിടയാകണം. അതുകൊണ്ടാണ് ഈ അന്ത്യോക്യ സഭയെക്കുറിച്ച് പറയുന്നത് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഒരു ദൈവകൃപ എന്ന് പറയുന്നത് ഒരു സ്ഥലം സഭയ്ക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ഗുണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ഗുണം. ദൈവകൃപയില്ലാതെ ഒരു ശുശ്രൂഷകളും ഫലവത്താകില്ല. അതുകൊണ്ട് ദൈവകൃപ. ഈ ശരിയായ സമയത്ത് എത്തപ്പെട്ട ബർന്നബാസ് അവൻ പ്രതീക്ഷിച്ചതിലുപരിയായിട്ട് അവിടെ കണ്ട പ്രത്യേകതയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അതിൽ നിന്നും അവന് സന്തോഷം ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞു. ദൈവകൃപ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാനിടയാകണം.
അല്ലേ? മറ്റുള്ളവരുടെ, ഒരു സഭയിലെ വ്യക്തികളുടെ ദൈവകൃപ കാണുമ്പോൾ അസൂയപ്പെടാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? സന്തോഷിക്കണം, അവനെ പ്രോത്സാഹിപ്പിക്കണം, അവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയാകണം. ആ സന്തോഷത്തിൽ നിന്നാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിങ്ങൾ കർത്താവിനോട് പറ്റി നിൽക്കുവാനായിട്ട് പ്രബോധിപ്പിച്ചത്. ഓരോ സ്ഥലം സഭയിലും, കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികളിലും ഉണ്ടാകേണ്ട പ്രധാന ഗുണമാണ് ദൈവകൃപ. ദൈവകൃപ വ്യാപരിക്കാത്ത സഭകൾ എന്നും പരാജയവും ദുഃഖവും ആയിരിക്കും. അവരെ ഓർത്ത് സന്തോഷിക്കുവാൻ വകയില്ല, സന്തോഷിക്കുവാൻ കഴിയുകയില്ല. അത്തരം സഭകളിൽ, ദൈവകൃപ ഇല്ലാത്ത സഭകളിൽ പുതിയ ജനനങ്ങൾ നടക്കില്ല. മനസ്സിലാക്കുന്നുണ്ടല്ലോ? പുതിയ ജനനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്നല്ല, ആത്മീയ ജനനങ്ങൾ ഉണ്ടാകില്ല, ഒരു വളർച്ചയും ഉണ്ടാകില്ല. ദൈവകൃപ ഒരു സ്ഥലം സഭയിൽ ഇല്ലെങ്കിൽ പുതിയ വിശ്വാസ തലമുറകൾ ഉളവാകില്ല. ലവോദിക്യ സഭയെക്കുറിച്ചാണെന്ന് തോന്നുന്നു പറയുന്നുണ്ടല്ലോ. അവിടെ ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവകൃപയും ഇല്ല, കർത്താവും ഇല്ല. കർത്താവ് എവിടെയാ? പുറത്താ, വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ആ സഭയെക്കുറിച്ച് പറയുന്നത് ചില പ്രത്യേകതകൾ. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ പറയണം, അവൻ നിർഭാഗ്യൻ, ആ സഭ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. ഇനി എന്താ പറയാ ആ സഭയെക്കുറിച്ച്? ദൈവകൃപ ഇല്ലാത്ത സഭകൾ, ദൈവം പ്രവർത്തിക്കാത്ത സഭകളാണ്. ആ സഭകൾക്ക് ശരിയായിട്ട് വളരുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവകൃപയ്ക്കായിട്ട് നമ്മൾ അപേക്ഷിക്കണം. മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങളിൽ മാനസാന്തരം വരണം. കർത്താവിനെ നമ്മുടെ സഭയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കണം. നമ്മുടെ വ്യക്തികളിലുണ്ട് കർത്താവ് വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കർത്താവിനെ സഭയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കണം. പ്രവേശിച്ച് ദൈവിക സാന്നിധ്യം ഉണ്ടാക്കി ദൈവകൃപ സഭകളിൽ ഉണ്ടാകണം. അന്ത്യോക്യ സഭയിലെ വിശ്വാസികൾ വളരെ കഷ്ടതയോടുകൂടെ മുന്നോട്ട് വന്നത്. ഈ വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ പലർക്കും എന്ത് നഷ്ടപ്പെട്ടു? തൊഴിൽ നഷ്ടപ്പെട്ടു. നോക്കിയോളേ, ഇന്നത്തെ പോലെയൊന്നും അല്ല. അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. പലർക്കും ഭവനം ഇല്ലാതായിട്ട് മാറി, ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. വിവിധങ്ങളായ കഷ്ടതകളിലൂടെ കടന്നുപോയ ഈ അന്ത്യോക്യ സഭ, അവർക്ക് ആശ്രയിക്കുവാൻ ഒരു ദൈവമുണ്ടായിരുന്നു. അവർ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ദൈവകൃപ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. പ്രശ്നങ്ങളുടെ മധ്യത്തിലും അവർ പിറുപിറുത്തില്ല. ദൈവകൃപയിൽ ശരണപ്പെട്ടു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ പൂർണ്ണമായിട്ട് പറ്റി നിന്നു. ബർന്നബാസ് പ്രബോധിപ്പിച്ചതുപോലെ കർത്താവിൽ പറ്റി നിന്നു. എല്ലാ പ്രതിസന്ധികളിലും മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തോട് പറ്റി നിൽക്കുവാനും ഇടയായപ്പോൾ ദൈവത്തിന്റെ കൃപ അവരിലേക്ക് വ്യാപരിച്ചു. ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാവുന്ന പദമാണല്ലോ കൃപ. എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാമെന്ന് പറഞ്ഞേ, എന്താ കൃപ? പലരും പ്രസംഗിച്ചിട്ടുള്ളതാണ്, വിഷയങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ശബ്ദാവലിയിലേക്ക് അതിന് പലവിധ അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ദയ, മറ്റുള്ളവരുടെ കഷ്ടതയിൽ തോന്നുന്ന ആർദ്രത, പ്രത്യുപകാര ഇച്ഛയില്ലാതെ അന്യന് ചെയ്യുന്ന ഗുണം, ക്ഷമയെന്നും കൊടുത്തിട്ടുണ്ട് ശബ്ദാവലിയിൽ. എന്നാൽ തിരുവചനത്തിൽ എന്താ കൃപ? അനർഹരായവരിൽ എന്ന് പറഞ്ഞാൽ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരിൽ, അർഹതയില്ലാത്തവരിൽ, പ്രതിഫലേച്ഛ കൂടാതെ നിരുപാധികം അൺകണ്ടീഷണലായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് ദൈവകൃപ എന്ന് പറയുന്നത്. മനുഷ്യർക്കൊക്കെ പലരോടും കൃപ തോന്നാറുണ്ട്, അതിന് കണ്ടീഷണലാ. എന്നാൽ ഒരർഹതയുമില്ലാത്ത എന്നിലേക്ക്, എന്നോട് ദൈവം കാണിച്ച കരുണ, ദയ, എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ എന്നിലേക്ക് ചൊരിഞ്ഞ ദയ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ഈ വിശ്വാസത്തിന് പോലും ഞാനല്ല കാരണക്കാരൻ, ദൈവമാണ് കാരണക്കാരൻ. ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഈ പ്രവർത്തന ലേഖനം 3-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം വളരെ കൃപയോടുള്ള ബന്ധത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ, പറഞ്ഞേ സഹോദരന്മാരെ,
സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മെ നീതീകരിക്കുവാനായിട്ട് ദൈവം എന്തെങ്കിലും നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടോ? ഒന്നും ആവശ്യപ്പെട്ടില്ല. കൃപയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു വായിക്കുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് ഒരു വിവേചനവും കൂടാതെ, എത്ര പണക്കാരനായാലും ദരിദ്രനായാലും, നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും, എത്ര നികൃഷ്ടനായാലും, നീ എത്ര കൊലപാതകനായാലും, ദൈവകൃപ, രക്ഷിക്കുന്ന ദൈവകൃപയാണ്. കാലിത്തൊഴുത്തിൽ രക്ഷകനായിട്ട് ജനിച്ച ആ കൃപ, അതിന്റെ പൂർണ്ണത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കാൽവറി ക്രൂശിലാണ്. ദൈവത്തിന് നമ്മോട് തോന്നിയ കൃപയുടെ പൂർണ്ണത. ഈ കൃപയില്ലാതെ ഒരു വ്യക്തിക്കും രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. കൊലപാതകം ചെയ്ത് വർഷങ്ങളോളം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന റെനി ജോർജ്, അവിടുത്തെ സെൻട്രൽ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണല്ലോ, സെൻട്രൽ ജയിലിലെ നിയമ നടപടികൾക്കോ ശിക്ഷാ നടപടികൾക്കോ എന്നിൽ മാനസാന്തരം വരുത്തുവാൻ കഴിഞ്ഞില്ല. ആർക്കാണ് കഴിഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ, ഈ തിരുവചനത്തിലൂടെ മാത്രമാണ് എനിക്ക് മാനസാന്തരവും രക്ഷയും ഉണ്ടായത്. മറ്റൊന്നിനും എന്നെ രക്ഷിപ്പാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് മാനസാന്തരം നൽകിയില്ല. അവർക്കൊക്കെ എൻ്റെ ഇന്നിലുള്ള ദുഷ്ടതയെ വർദ്ധിപ്പിക്കുവാനേ കഴിഞ്ഞുള്ളൂ. ഏത് ക്രൂരനെയും, ഏത് കൊലപാതകനെയും, ഏത് കൊള്ളക്കാരനെയും രക്ഷിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. വെള്ളത്തൂൽ സ്റ്റീഫൻ നമുക്കെല്ലാവർക്കും അറിയാം, നക്സൽ വാരിയുടെ നക്സലൈറ്റ് തലവൻ. അവനും കൊലപാതകൻ, വെടിവെച്ചു കൊന്നവനാണ്. അപ്പോൾ അവനും ജയിലിൽ കിടന്നു. അവിടെയും അവനെ രക്ഷിച്ചതും മാനസാന്തരം കൊടുത്തതും എന്ത് തന്നെയാണ്? ഈ ദൈവകൃപയാ. സകല മനുഷ്യരിലും വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ക്രൂശിൽ കിടന്ന കള്ളൻ, അവൻ കൊലപാതകനായിരിക്കാം, കൊള്ളക്കാരനായിരിക്കാം, അവനിലും വ്യാപരിച്ചത് ദൈവകൃപയാ. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് വ്യാപരിച്ചത് ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നല്ല. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നമ്മിലും പ്രിയമുള്ളവരെ, നമുക്ക് ഒരു യോഗ്യതയുമില്ലായിരുന്നല്ലോ. നമ്മിലേക്കും പകർന്നു തന്നത് ഈ ദൈവത്തിന്റെ കൃപയാണ്. ഈ അനർഹരായവർ നമ്മിൽ ചൊരിഞ്ഞതാണ് ദൈവകൃപ. സകല മനുഷ്യരിലും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദൈവകൃപ. മാത്രമല്ല, എന്തുകൊണ്ടാ? ദൈവം കൃപാനിധിയാണ്, കൃപയുടെ ഉറവിടമാണ്. അവനിൽ കൃപയ്ക്ക് ഒരു കുറവുമില്ല. ശത്രുക്കളും പാപികളുമായ മനുഷ്യരോട് സ്നേഹം തോന്നുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ കൃപയാ. അതാണ് ദൈവകൃപ. ഒരു കാരണവും നമ്മിലില്ലായിരുന്നല്ലോ. ദൈവകൃപയാണ്. അവൻ കൃപാനിധിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി, നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14-17 വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കൃപയാൽ ആണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. തീത്തോസ് 3:4-5 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, തന്റെ കരുണപ്രകാരം, അവിടെ കൃപ ആണ്, കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. 3:6 പറയുന്നുണ്ട്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. ഗലാത്യർ 1:6 ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചു. എല്ലാം നമ്മിൽ എന്തെങ്കിലുമൊക്കെ ആത്മീയ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്റെ കഴിവാണ്. കൃപയാ, ദൈവത്തിന്റെ കൃപയാ, എന്റെ കഴിവല്ല, എന്നിലുള്ള ഗുണമല്ല. ആത്മീയ ഗുണങ്ങൾ എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കൃപയിൽ വളരണം. തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആത്മീക അനുഭവങ്ങൾ എല്ലാം കൃപയാലാണ്. വിശ്വാസം കൃപയാലാണ്, പ്രത്യാശ കൃപയാലാണ്, ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ വ്യാപരിക്കുന്നത് കൃപയാലാണ്. 2 തെസ്സലോനിക്കർ 2:16 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലേ നൽകിയിരിക്കുന്നു. ഈ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ലഭിച്ചിരിക്കുന്നത് എന്റെ കഴിവാണോ? ഈ പ്രത്യാശ എന്ന് പറയുന്നത് വരുവാനുള്ള കാലത്തെക്കുറിച്ചുള്ള ഉറപ്പ്, അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ. അത് നമുക്ക് ലഭിച്ച എന്റെ കഴിവല്ലെന്നേ, കൃപയാ.
കൃപയുള്ളവർക്ക് ആ പ്രത്യാശയിൽ ഉറപ്പുണ്ടാകുവാൻ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ദൈവകൃപയിൽ ശരണപ്പെടണം, ദൈവകൃപയിൽ ഉറയ്ക്കണം, ദൈവകൃപ പ്രാപിക്കണം. പ്രത്യാശ നിറഞ്ഞവരായി തീരണമെങ്കിൽ, വിശ്വാസം നിറഞ്ഞവരായി തീരണമെങ്കിൽ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീരണമെങ്കിൽ ദൈവകൃപ പ്രാപിക്കണം. എബ്രായർ 4:10 പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ എവിടെ ചെല്ലാനാണ്? കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവകൃപ അനുദിനം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും. ഇതാ നാളെ മുതൽ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രിയപ്പെട്ടവർ സുവിശേഷീകരണം ആരംഭിക്കുകയാണ്. അവർക്ക് തക്കതായ ദൈവകൃപ പ്രാപിക്കുന്നതിന് വേണ്ടി തൽസമയത്ത് കൃപ പ്രാപിപ്പാൻ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തിൽ ചെല്ലാം. അവിടെ നിന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് വേണം നമ്മൾ സുവിശേഷത്തിനായിട്ട് പുറപ്പെടാൻ. അല്ലെങ്കിൽ അത് ഫലവത്തായി തീരില്ല. ദൈവത്തിൻ്റെ കൃപ നമ്മിലൂടെ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ട് തൽസമയത്ത് കൃപ പ്രാപിപ്പിക്കണം. കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ധൈര്യമായിട്ട് അവിടെ ചെല്ലാം. ഈ കൃപാസനത്തിന്റെ മുമ്പിൽ നമുക്ക് ചെല്ലാൻ. പണ്ട് കൃപാസനത്തിന്റെ മുമ്പിൽ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ തന്റെ പാപങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രായശ്ചിത്തം വരുത്തണം, പിന്നെ ജനത്തിന്റെ വേണ്ടി പ്രായശ്ചിത്തം വരുത്തണം. മഹാപരിഹാര ദിവസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല. കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഏത് നിമിഷം വേണമെങ്കിലും കൃപ പ്രാപിക്കുന്നതിന് വേണ്ടി ധൈര്യത്തോടുകൂടെ മടിക്കണ്ട, കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. അതുകൊണ്ട് കൃപയാൽ ജനിച്ച നമ്മൾ കൃപയിൽ വളരണം. കൃപയിൽ വളരണം. 1 പത്രോസ് 3:13 അതാണല്ലോ, 3:18 അതാണല്ലോ കാണും. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. കൃപയിൽ വളരണം. നമ്മൾ ഒരിക്കൽ പ്രാപിച്ചാൽ പോരാ, ആ കൃപയിൽ ഇങ്ങനെ. അതാണ് യേശു ക്രിസ്തുവിന്റെ വളർച്ചയെക്കുറിച്ച് എങ്ങനെ പറയുന്നത്? അവൻ ആത്മാവിൽ ബലപ്പെട്ടു കൃപയിൽ മുതിർന്നു വന്നു. യോഹന്നാന്റെ വളർച്ചയെക്കുറിച്ചും അങ്ങനെ പറയുന്നു, കൃപയിൽ മുതിർന്നു വന്നു. ശമൂവേൽ ബാലന്റെ വളർച്ചയെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ പ്രിയമുള്ളവരെ, അത്തരത്തിൽ കൃപയിൽ വളരണം. നമ്മൾ പോരാ, കൃപയാൽ ശക്തിപ്പെടണം. 2 തിമോത്തിയോസ് 2:1 തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കൃപയിൽ വളരണം, കൃപയിൽ ശക്തിപ്പെടണം. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, കൃപമേൽ കൃപ പ്രാപിക്കണം. നമ്മള് ഒരു കൃപ പോരാ, കൃപമേൽ കൃപ. ലഭിച്ച കൃപ കൊണ്ട് തൃപ്തരാകാതെ, ദൈവമേ എനിക്ക് ധാരാളമായ കൃപ ആവശ്യമാണ്, അങ്ങയുടെ കൃപ ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും എനിക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാനായിട്ട് കഴിയുകയില്ല, അങ്ങേക്ക് കൊള്ളാകുന്നവനായി. ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് കൃപയാൽ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയിലും, വിശ്വാസികളുടെ കൂട്ടായ സമൂഹമായ സഭയിലും ദൈവകൃപ ആവശ്യമാണ്. ഒരു ഉദാഹരണം ഞാൻ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ദൈവകൃപ പ്രാപിച്ച, കൃപയിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു വലിയ ഭക്തനായിരുന്നു, മിഷണറി വര്യനായിരുന്ന ജോൺ വെസ്ലി. ഈ ജോൺ വെസ്ലിയുടെ പിതാവിന്റെ പേരാണ് റവറൻഡ് സാമുവൽ വെസ്ലി. ജോൺ വെസ്ലിക്ക് 6 വയസ്സ് പ്രായം. ജോൺ വെസ്ലിക്ക് 6 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ അവരുടെ ഈ ജോൺ വെസ്ലിക്ക് ഒരു അനിയനും ഉണ്ടായിരുന്നു. അനിയന്റെ പേരാണ് ചാൾസ് വെസ്ലി. 6 വയസ്സാണ് ജോൺ വെസ്ലിയുടെ പ്രായം. ഈ സമയം അവരുടെ ഭവനത്തിന് ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. ഇവർ താമസിച്ചിരുന്ന ഭവനത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. 2 യുവാക്കൾ, പലരും നോക്കിക്കൊണ്ടു നിന്നു. 2 യുവാക്കൾ ഈ തീയിലോട്ട് എടുത്ത് ചാടി ഈ ജോൺ വെസ്ലിയെയും ചാൾസ് വെസ്ലിയെയും തീയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആ ഭവനം ഒന്നാകെ കത്തിയമർന്നു. ഒരു തരി പോലും ശേഷിച്ചില്ല, ഒന്നുമില്ല അതിൽ നിന്ന് എടുക്കാൻ. വളരെ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ട ജോൺ വെസ്ലിയുടെ പിതാവായ റവറൻഡ് സാമുവൽ ചെയ്തത് എന്താണെന്നറിയാമോ? അവിടെ ഓടിക്കൂടിയ കൂട്ടത്തിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ, സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. സാമുവൽ വെസ്ലി പറയുകയാണ്, വളരെ സമാധാനത്തോടുകൂടി അവിടെ നോക്കിക്കൊണ്ടുന്ന സാമുവൽ വെസ്ലി പറഞ്ഞു, വരിക സഹോദരന്മാരെ, നമുക്ക് മുട്ടുകുത്തി ദൈവത്തെ സ്തുതിക്കാം.
വീടും സാധനങ്ങളും പോയതിൽ എനിക്ക് യാതൊരു നിരാശയുമില്ല. എന്റെ 2 മക്കളെ ആ തീയിൽ നിന്നും വലിച്ചെടുക്കുവാൻ ദൈവം 2 യുവാക്കളെ നിയോഗിച്ചുവല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വരുവിൻ സഹോദരരെ എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് മുട്ടുകുത്തി ദൈവത്തെ സ്തുതിക്കുന്ന റവറൻഡ് സാമുവൽ വെസ്ലി. ആ റവറൻഡ് സാമുവൽ വെസ്ലിയുടെ മകനാണ് ജോൺ വെസ്ലി. എത്ര പ്രയോജനപ്പെടുത്ത ഒരു ദൈവമകനാണ്, ഒരു മിഷണറി വര്യനാണ് ഈ ജോൺ വെസ്ലി. ഇതാണ് ദൈവകൃപയുടെ വ്യാപനം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും കണ്ണിൻ മുമ്പിൽ വെച്ച് ജീപ്പിലിട്ട് തീയിട്ട് കൊന്നു. ക്രൂരന്മാരായ വ്യക്തികളാണ് അവരോട് അടുത്ത ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റെയിൻസിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ ദ്രോഹം ചെയ്ത ഇവരോട് എന്താണ് അവരോട് പറയുവാനായിട്ട്? എൻ്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ശത്രുക്കളെയും കൂടെ സ്നേഹിക്കാനാണ്. അതുകൊണ്ട് ഇത് വളരെ ഹൃദയഭേദകമാണ്. എൻ്റെ 2 പിഞ്ചോമനകളെ, എൻ്റെ എല്ലാമായ ഭർത്താവിനെ ജീവനോടെ തീ കൊളുത്തിയത് ഹൃദയഭേദകമാണ്. പക്ഷേ എനിക്ക് അവരോട് യാതൊരു വൈരാഗ്യവുമില്ല. ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ഇതെങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ പറയുവാൻ കഴിയും? ദൈവത്തിൻ്റെ കൃപ. ദൈവകൃപയില്ലാതെ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഒരു വിശ്വാസിക്കും കഴിയുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇപ്രകാരം ദൈവകൃപ വെളിപ്പെടുത്തി ശോഭിച്ച ഒരു പ്രാദേശിക സഭയായിരുന്നു അന്ത്യോക്യ സഭ. അതുകൊണ്ടാണ് അവിടെ ബർന്നബാസ് പറഞ്ഞ്, ഞാൻ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഒരു സ്ഥലം സഭ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരണമെങ്കിൽ അവിടെ ദൈവകൃപ വേണം. ദൈവകൃപ വേണം. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നവരാകണമെങ്കിൽ ദൈവകൃപ. 1 കൊരിന്ത്യർ 1:4 നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ വേണം കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെടുവാൻ. കൃപാവരങ്ങളിൽ നമ്മുടെ ജ്ഞാനം കൊണ്ട് പലവതും ചെയ്യാറുണ്ട്, പരാജയമായി പോകും. ദൈവകൃപയാൽ ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നത് കൃപയോടുകൂടെ വേണം. 1:17 കൊരിന്ത്യർ 1:17 ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൃപാവരത്തിൽ കുറവില്ലാത്തവരായി മാത്രമേ പ്രത്യക്ഷതയെ ശരിയായി കാത്തിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കൃപാവരമില്ലാതെ അല്ലെങ്കിൽ കൃപയോടുകൂടെ മാത്രമേ ഒരു വിശ്വാസിക്ക് കർത്താവിൻ്റെ വരവിനെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുവാനായിട്ട് കഴിയുള്ളൂ. 2 തിമോഥെയോസ് 1:6 നിങ്ങളിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ ദൈവകൃപ മുഖാന്തരം നമുക്ക് ലഭിച്ച ദൈവകൃപാവരങ്ങൾ. അത് കുഴിച്ചുമൂടി അല്ലെങ്കിൽ കൃപയുടെ കാര്യങ്ങൾ, താലന്തുകൾ, അത് കുഴിച്ചുമൂടുവാനുള്ളതല്ല, ജ്വലിപ്പിക്കണം. 1 കൊരിന്ത്യർ 12:1-11 വരെ പറയുന്നത് കൃപാവരങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതാണ്, എങ്ങനെ ജ്വലിപ്പിക്കണമെന്നാണ്. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഒരു സ്ഥലം സഭയിലെ വിശ്വാസികൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു സ്ഥലം സഭയിലെ വിശ്വാസികൾ അവർക്ക് ലഭിച്ച കൃപാവരങ്ങൾ യുക്തമായി ഉപയോഗിക്കുമ്പോഴാണ് ഒരു സ്ഥലം സഭയിൽ ദൈവകൃപ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഒരു സഭയിൽ ദൈവകൃപ കാണുവാനായിട്ട് കഴിയണമെങ്കിൽ അവരവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ യുക്തമായ നിലയിൽ ഉപയോഗിക്കണം. അതിനെ വച്ചുകൊണ്ടിരിക്കരുത്, ഉപയോഗിക്കണം. അപ്പോൾ സഭ സമ്പുഷ്ടമാകും. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തികൾ അല്ല വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ പ്രവർത്തികളും ആത്മീകവുമാണ് വെളിപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് ഇല്ലാത്ത കൃപാവരം ഒരിക്കലും അത് ഉപയോഗിക്കുവാനായിട്ട്, എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കൃപ ജ്വലിപ്പിക്കുവാനായിട്ട് എനിക്ക് പാടാൻ കഴിവില്ലെങ്കിൽ കൂട്ടത്തിൽ പാടാം. പാട്ട് തുടങ്ങാനും ലീഡ് ചെയ്യാനും ഞാൻ നിൽക്കാതിരിക്കുന്നതാണ് ഭംഗി, അല്ലേ? നമ്മുടെ കൃപാവരം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ജ്വലിപ്പിക്കണം. ഇല്ലാത്ത കൃപാവരങ്ങൾ ഉണ്ടെന്ന് ഭാവിച്ച് അതിനെ ചെയ്യുവാനായിട്ട് നമ്മൾ മുതിരരുത്. അതുപോലെ നമുക്കില്ലാത്ത ഒരു കൃപാവരം മറ്റൊരു വ്യക്തിക്കുണ്ട്. ആ കൃപാവരം നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അത് നമ്മുടെ ഒരു കടമയാണ്.
അതിൽ സന്തോഷിക്കുവാനായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഇടയാകണം. ഒരു സഭയിലെ വിശ്വാസികളിലുള്ള കൃപാവരങ്ങൾ പരസ്പരം അംഗീകരിച്ച് അതിൽ നിന്നും കൃപ അനുഭവിച്ച് പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നതിലൂടെ സഭയിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ദൃശ്യമാകുവാനായിട്ട് കഴിയും. ഇത്തരത്തില് ദൈവകൃപയാൽ സമ്പന്നമായിരുന്ന ഒരു സഭയായിരുന്നു അന്ത്യോക്യ സഭ. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. ഞാനായിരിക്കുന്ന സ്ഥലം സഭയിൽ ദൈവകൃപ കണ്ട് സന്തോഷിപ്പാനായിട്ട് ഇടയാകുന്നുണ്ടോ? ഇടയാകുന്നില്ലെങ്കിൽ അത് സഭയുടെ കുഴപ്പമല്ല. ആണോ? അല്ല, എൻ്റെ കുഴപ്പമാ. ഞാൻ എന്നിലുള്ള കൃപാവരങ്ങൾ കണ്ടെത്തി ജ്വലിപ്പിക്കുന്നില്ല. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിറപടിയായി ഞാൻ നിവർത്തിക്കുന്നില്ല. അത് മനസ്സിലാക്കി ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവഹിതത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഇല്ലാതാകണം. എന്നിലൂടെ ദൈവം വെളിപ്പെടണം. ദൈവകൃപ വെളിപ്പെടണം. എൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതം എന്നിലൂടെ വെളിപ്പെടണം. നമ്മുടെ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ആണ് അല്ലേ, നല്ലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയ ഒരു പാട്ടാണ്. അധികം പാട്ടൊന്നും അദ്ദേഹം എഴുതിയിട്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ധാരാളം പാട്ടുകാരൊക്കെയാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ലക്ഷ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനല്ല വളരേണ്ടത്, ദൈവം എന്നിലൂടെ വളരണം. ദൈവകൃപ വെളിപ്പെടണം. പൗലോസ് പറഞ്ഞ പ്രകാരം ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ആ ഭാവത്തോടു കൂടെ നമുക്ക് ആയിരിക്കുന്ന സഭകളിൽ ഭവനങ്ങളിലായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവകൃപ വ്യാപരിപ്പാനായിട്ട് കഴിയും. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ കാണും. ദൈവമേ, ഞാനല്ലല്ലോ ഉയരേണ്ടത്, അങ്ങ് എന്നിലൂടെ ഉയരണം. എന്നെ കാണുന്നവർ അങ്ങേ കാണുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് സഭാപ്രവർത്തനങ്ങളിലും മറ്റു സുവിശേഷ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാം. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.